അമേരിക്കയുടെ ക്രിസ്തീയ പാരമ്പര്യവും തനിമയും നിലനിർത്തിക്കൊണ്ട് നടന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം മാധ്യമലോകം ചർച്ച ചെയ്യുകയാണ്. വൈറ്റ് ഹൗസിന് സമീപം സെയിൻറ്റ് ജോൺസ് എപ്പിസ്കോപ്പൽ പള്ളിയിലെ വിശുദ്ധ കുർബാനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. നമുക്കറിയാം, വാഷിംഗ്ടൺ DC-യിലെ US ക്യാപിറ്റോളിൽ നടന്ന ഹ്രസ്വവും പ്രൗഢഗംഭീരവുമായ ചടങ്ങിൽ വിവിധ വിദേശ രാജ്യതലവന്മാർ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ്മാർ, വ്യവസായ പ്രമുഖർ, ട്രംപ് ഭരണത്തിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള നോമിനികൾ തുടങ്ങി നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അവനോടുകൂടെ ഇല്ലെങ്കിൽ ആദരവില്ലാതെ പോകും. സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം നൽകണമേ എന്ന പ്രാർത്ഥന കർദിനാൾ ഡോളൻ നടത്തി. ട്രംപിൻ്റെ 2017 സ്ഥാനാരോഹണ വേളയിൽ പ്രാർത്ഥന നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കർദിനാൾ ഡോളൻ. തുടർന്ന് ബൈബിളിൽ തൊട്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ട്രംപ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലേറി. ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ലോകക്രമത്തെ പ്രതികൂലമായി ബാധിക്കും വിധമുള്ള കടുത്ത ഉത്തരവുകളുമായിട്ടാണ് ട്രംപിൻ്റെ നീക്കം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ട്രംപ് പണി തുടങ്ങി. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നുമൊക്കെ പിന്മാറുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുമെന്ന് കൂടി വ്യക്തമാക്കി. അമേരിക്കയുടെയും എന്തിന് ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ നിർണായകമാകാനിടയുള്ള 80 എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് അധികാരമേറ്റ് 6 മണിക്കൂറിനകം ട്രംപ് പുറപ്പെടുവിച്ചത്. ബൈഡൻ ഭരണകൂടത്തിൻ്റെ നയങ്ങൾ തിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഇതിലേറെയും. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി. സൈനികർക്കും പ്രത്യേക വിഭാഗങ്ങൾക്കും ഒഴികെ എല്ലാ ഫെഡറൽ നിയമനങ്ങളും മരവിപ്പിച്ചു. ഫെഡറൽ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം അവസാനിപ്പിച്ച് മുഴുവൻ സമയവും ജോലിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. ജനുവരി 6 ക്യാപിറ്റോൾ കലാപവുമായി ബന്ധപ്പെട്ട് ബൈഡൻ സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിച്ചു. ഏതാണ്ട് 1500 പേർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുന്നതായാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ദേശീയ സുരക്ഷാ പ്രശ്നം കാരണം ബൈഡൻ സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്ന ടിക്ടോക്കിൻ്റെ പ്രവർത്തനങ്ങൾ 75 ദിവസങ്ങൾ കൂടി തുടരാൻ ട്രംപ് നിർദ്ദേശിച്ചു. ഇതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും സെൻസർഷിപ്പ് തടയുന്നതിനുമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിടാൻ സർക്കാർ വിഭവങ്ങളെ ഉപയോഗിക്കുന്നത് നിർത്തലാക്കി. ഇവ കൂടാതെ നിരവധി മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. ക്യൂബയെ വീണ്ടും ഭീകര രാഷ്ട്രമാക്കി. അതിനുള്ള ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ട്രംപ് ഭരണത്തിൽ ക്യൂബയെ ഭീകര രാഷ്ട്ര ഗണത്തിൽപ്പെടുത്തിയെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലിൽ ജോ ബൈഡൻ സർക്കാർ ക്യൂബയെ ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇതേ തുടർന്ന് ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുകയും ക്യൂബയിലെ ജയിലുകളിൽ നിന്ന് 1000-ലേറെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അടുത്ത മാറ്റം അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇതുകൂടാതെ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാനും ട്രംപ് തീരുമാനമെടുത്തു. അതിനുള്ള നടപടികളും സ്വീകരിച്ചു. പാനമ കനാലിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. തീർന്നിട്ടില്ല. അടുത്ത മാറ്റം ഖനനത്തിന് ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ്. ഫോസിൽ ഇന്ധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനവും ഉണ്ടായി. തന്നെയുമല്ല, ബൈഡൻ ഭരണകൂടം ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഒരു ഗ്രീൻ പോളിസി കൊണ്ടുവന്നിരുന്നു. അതും ഒഴിവാക്കി. കാലാവസ്ഥാ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നീതിയുക്തമല്ലെന്നും അത് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിന്മാറി. തന്നെയുമല്ല, ഗ്രീൻ ക്ലൈമറ്റിലേക്ക് അനുവദിച്ചിരുന്ന തുകയും അമേരിക്ക പിൻവലിച്ചു. നമുക്കറിയാം, ആഗോളതാപനം ഉൾപ്പെടെ കാലാവസ്ഥാ പ്രശ്നങ്ങളെ നേരിടാൻ 195 ലോകരാഷ്ട്രങ്ങൾ ചേർന്ന് ഒപ്പിട്ടിരിക്കുന്ന ഒന്നാണ് പാരീസ് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം പല പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും. ട്രംപ് സർക്കാർ കൈക്കൊണ്ട മറ്റൊരു തീരുമാനമാണ് ആണും പെണ്ണും മാത്രം എന്നുള്ളത്. ബൈഡന്റെ കാലത്തുണ്ടായിരുന്ന LGBTQ വിഭാഗങ്ങളോടുള്ള തുറന്ന സമീപനങ്ങളെ ട്രംപ് തള്ളി. അമേരിക്കയിൽ ആണും പെണ്ണും എന്നിങ്ങനെ 2 വർഗം മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കി. സർക്കാർ രേഖകളിൽ ലിംഗം ഏർപ്പെടുത്തിയിരിക്കുന്ന കോളങ്ങളിൽ ഇനി സ്ത്രീ, പുരുഷൻ എന്നിങ്ങനെ മാത്രമേ ഉണ്ടാകൂ. ഈ 2 വിഭാഗങ്ങളെ മാത്രമേ അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് അംഗീകരിക്കൂ എന്നും പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഇങ്ങനെ ഒട്ടേറെ മാറ്റങ്ങളുമായാണ് പുതിയ സർക്കാർ അമേരിക്കയിൽ അധികാരമേറ്റിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവ കൂടുതൽ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതുതരം മാറ്റങ്ങളാണ് സൃഷ്ടിക്കുക എന്നത് കണ്ടു തന്നെ അറിയണം.